ഫിഫോ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഫിഫോ കോൺസെപ്റ്റ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് അല്ലെ. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ടെക്നിക്കാണ് എന്ത്, ഫിഫോ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ജാനുവരി 2020 ഓക്കെ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. ഓക്കെ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. കോസ്റ്റിംഗ് ഓക്കെ. അപ്പം ഇത് ഈ ഒരു ബണ്ടിലിൻ്റെ അകത്ത് നമുക്ക് 100 യൂണിറ്റ് ആണ് ഉണ്ടാവുക. 100 യൂണിറ്റ്. അപ്പം ഇതിന് 100 യൂണിറ്റ് നമ്മൾ 2.5 ആണ് റേറ്റ്. 2.5 ആണ് റേറ്റ്. അപ്പം 100 ഇൻറ്റു 2.5 ആണ് ഇതിന്റെ ടോട്ടൽ എമൗണ്ട് വരിക. എത്ര വരും? 250 വരും. ക്ലിയർ? ടോട്ടൽ എത്ര ഞാൻ പേ ചെയ്തിട്ടുണ്ടാവും? 250 ഞാൻ പേ ചെയ്തു. ഇത് നമ്മൾ റിസീവ് ചെയ്ത മെറ്റീരിയൽ ആണ്. റിസീവ് ചെയ്ത മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും 3-ാം തീയതി 3/1/2020 വീണ്ടും ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ചു. പർച്ചേസ്ഡ് മെറ്റീരിയൽ. ഓക്കെ. സെയിം ക്വാണ്ടിറ്റി ആണ് ഇതിനകത്ത് ഉള്ളത്. എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി? 100 ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 3.50 ആണ്. അപ്പൊ ടോട്ടൽ ഞാൻ എത്ര കൊടുത്തിട്ടുണ്ടാവും? 350 കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. ദെൻ ഓൺ 5th January 2020 ഞാൻ വീണ്ടും എന്ത് ചെയ്തു? മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. എത്ര യൂണിറ്റ് ഉണ്ടാവും? 100 യൂണിറ്റ്. റേറ്റ് വരുന്നത് 2 rupees ആണ്. അപ്പൊ എത്ര പേ ചെയ്തിട്ടുണ്ടാവും? 200 പേ. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഓർഡർ അല്ലെ. ഇത് ഒന്നാമത് വന്നത്, ഇതോ രണ്ടാമത് നമ്മൾ പർച്ചേസ്, ഇതോ മൂന്നാമത് പർച്ചേസ്. അപ്പൊ നമ്മൾ സ്റ്റോറിൽ പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോറിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഇങ്ങനെ എടുത്തു കൊടുക്കും. ക്ലിയർ? ഇങ്ങനെ എടുത്തു കൊടുക്കും. അപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്നോട് ഒരു 50 എണ്ണത്തിനുള്ള റിക്വസ്റ്റ് വന്നു. ഞാൻ ഏതിൽ നിന്ന് എടുത്തു കൊടുക്കും? ഈ ബണ്ടിലിൽ നിന്ന് ഞാൻ 50 എണ്ണം ഇഷ്യൂ ചെയ്യും. റൈറ്റ്? ഈ ബണ്ടിൽ മീൻസ് ഈ റേറ്റിൽ. ക്ലിയർ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 50 ഇൻറ്റു 2.5 അല്ലെ. 50 ഇൻറ്റു 2.5 ഞാൻ ഇഷ്യൂ ചെയ്യും. ക്ലിയർ? അപ്പൊ ഇതിൽ ഇനി എത്ര ബാലൻസ് ഉണ്ട്? 50 ഉണ്ട് അല്ലെ. ഇതിൽ എത്രയുണ്ട്? 100 ഉണ്ട്. ഇതിൽ എത്രയുണ്ട്? 100 ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് എനിക്ക് റിക്വസ്റ്റ് വന്നത് 75 യൂണിറ്റിനാണ്. എനിക്ക് വേണമെങ്കിൽ 75 ഇതിന്റെ അകത്ത് നിന്ന് എടുത്തുകൂടെ നേരിട്ട്? ബട്ട് നമ്മൾ ഫിഫോ മെത്തേഡിൽ ഒരു റൂൾ ഉണ്ട്. അതായത് ഒന്ന് എക്സോസ്റ്റ് ആയാൽ മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ എത്ര എടുത്തിട്ടുള്ളൂ? 50 എടുത്തിട്ടുള്ളൂ. ബാക്കി എത്രയുണ്ട്? 50 ഇവിടെ കിടക്കുന്നുണ്ട്. ഈ 50 എടുക്കണം. മീൻസ് 50 ഇൻറ്റു 2.50 ഉണ്ടാവും. ദെൻ ഇനി എത്രയാണ് വേണ്ടത്? 25 ആണ് അല്ലെ. ആ 25 എവിടെ നിന്ന് എടുക്കും? ഇതിന്റെ അകത്ത് എടുക്കും. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും നോക്കിയേ. അപ്പൊ ഇത് കഴിഞ്ഞു. ഇതും ഞാൻ എന്ത് ചെയ്യും? മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞു. ഇനി എന്റെ അടുത്ത് ബാക്കി എത്രയുണ്ട്? ഇതല്ലേ ബാക്കിയുള്ളത്? മൂന്നാമത് വാങ്ങിയല്ലേ ബാക്കിയുള്ളത് അല്ലെ. സോ അത് എത്രയുണ്ടാവും? വാല്യൂ എത്രയുണ്ട്? 100 യൂണിറ്റ് ഉണ്ട്. അറ്റ് ദി റേറ്റ് ഓഫ് 2 ആണ്. എത്ര രൂപയുടെ ബാക്കിയുണ്ട്? 200. നോക്കിയേ, ഇതാണ് എന്റെ എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഫിഫോ മെത്തേഡില് ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും വാല്യൂ ചെയ്യപ്പെടുന്നത് ലേറ്റസ്റ്റ് പ്രൈസിലായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ലേറ്റസ്റ്റ് പ്രൈസ്. നമ്മൾ ലാസ്റ്റ് വാങ്ങിയ പ്രൈസിലായിരിക്കും എന്തുണ്ടാവുക? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവുക. ക്ലിയർ?